ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. ബാലന്റെ വാക്കുകൾ കേട്ട് അനുവാകെ തകർന്നടിഞ്ഞു നിൽക്കുകയാണ് കേട്ടോ. ആര്യനും ആകാശവും ബാലൻ പറഞ്ഞ വാക്കും മേലെ ഒന്നും ചെയ്യാൻ കഴിയാതെ ദേഷ്യപ്പെട്ട് പുറത്തോട്ടങ്ങ് ഇറങ്ങിപ്പോകുക. ഇതേ സമയം ആരെയും അഭിമുഖീകരിക്കാൻ ആവതില്ലാതെ അനു അവളുടെ റൂമിലേക്ക് കയറി പോവുക. തൊട്ടു പിന്നാലെ മീനും ചെല്ലൂട്ടോ. അനു, മോളെ നീ ഇങ്ങനെ കരയല്ലേ എന്ന് പറയാ. എന്നിട്ട് ആര്യൻ തല്ലിയ പാടുകളിലൊക്കെ ഓയിൽമെന്റൊക്കെ മീന് തേച്ചു കൊടുക്കുക. വേണ്ട ചേച്ചി, ഈ വേദന സഹിക്കാൻ ഞാൻ അർഹയാ ചേച്ചി. ഞാൻ കാരണമല്ലേ ഈ കുടുംബം ഇതുപോലെ നശിച്ചത്. ഏടത്തിക്കും ഏട്ടനും കുഞ്ഞിനും നഷ്ടപ്പെട്ടത് എല്ലാത്തിനും ഞാൻ കാരണമാ. അച്ഛൻ പറഞ്ഞ പോലെ ഏട്ടന്മാരെന്നെ തല്ലിക്കൊല്ലട്ടെ, അതാ എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ എന്നൊക്കെ പറഞ്ഞ് സ്വയം കുറ്റപ്പെടുത്തി അവൾ സംസാരിക്കുന്നത് കാണുമ്പോൾ മീനു പറയും, മോളെ നിന്നോട് ഞാൻ പറഞ്ഞു മനസ്സിലാക്കിയതല്ലേ, നീ ഇങ്ങനെ സ്വയം കുറ്റക്കാരിയായി നിൽക്കാതെ നിന്റെ മനസ്സിന് ധൈര്യം നൽകൂ. നിന്റെ അച്ഛനും അമ്മയ്ക്കും ഏട്ടന്മാർക്കും ഒക്കെയുള്ള തെറ്റിദ്ധാരണ മാറും. അവർ പഴയ പോലെ നിന്നെ സ്നേഹിക്കുകയും ചെയ്യും. നീ അവർക്ക് കുറച്ച് സമയം കൊടുക്കുക എന്ന് പറയാം. എന്ത് തെറ്റിദ്ധാരണ ചേച്ചി, ഞാൻ കാരണം തന്നെയല്ലേ അലോക് ഇവിടേക്ക് കയറി വന്നത്. അവനെ ഞാനൊന്ന് സ്നേഹിച്ചു പോയി. അതിന് ഇത്രയും വലിയ ശിക്ഷ എനിക്ക് കിട്ടുമെന്ന് ഞാൻ കരുതിയില്ല. ആ ബന്ധം ഞാൻ നിർത്തിയതാ ചേച്ചി. എൻ്റെ വാക്കിന് ഒരു വിലയും നൽകാതെ അവനിവിടെ കയറി വന്ന് ഈ കണ്ടതെല്ലാം കാട്ടിക്കൂട്ടിയത്. എന്നിട്ട് എൻ്റെ തലയിൽ ഇത്രയും വലിയ പാപം വന്ന് വീണില്ലേ ഞാൻ കാരണം. എൻ്റെ ദേവിയടുത്തിയുടെയും ആനന്ദേട്ടൻ്റെയും ജീവിതത്തിലെ സന്തോഷം അനു വീണ്ടും വീണ്ടും കരയാണ് കേട്ടോ. മോളെ നീ കരയാതിരിക്കുക. നമ്മുടെ അച്ഛനും അമ്മയും നിനക്കറിയാലോ, അവരുടെ ദേഷ്യവും സങ്കടവും കൊണ്ടാ ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്നത്. അതൊക്കെ മാറും. അവർ നിന്നെ പഴയ പോലെ സ്നേഹിക്കും. നീ സമാധാനത്തോടെ ഒന്ന് കിടക്ക്, എന്നിട്ട് നന്നായിട്ട് ഉറങ്ങ് എന്നൊക്കെ പറഞ്ഞ് മീന് കഴിവുന്ന പോലെയൊക്കെ ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ. ഇതേ സമയം പുറത്ത് വരാന്തയിലിരുന്ന ആകാശും ആര്യനും കൂടി അനു അവരോട് ചെയ്ത ചതിയെപ്പറ്റി ഇങ്ങനെ സംസാരിക്കുക. ആര്യം പറയും, എങ്ങനെയാ അനുമോക്ക് ഇങ്ങനെ ഒരു ചതി നമ്മളോട് ചെയ്യാൻ തോന്നിയത് എന്ന് പറയുമ്പം ആകാശ് പറയും, നമ്മൾ അവളെ ഒരുപാട് വിശ്വസിച്ചു. അതുകൊണ്ടാ അവളുടെ വഴിതെറ്റിയുള്ള സഞ്ചാരമൊന്നും നമ്മുടെ ശ്രദ്ധയിൽ വീഴാതിരുന്നത്. അത് കേൾക്കുന്ന ആരും പറയും, എനിക്കൊരിക്കലും സംശയം തോന്നിയതായിട്ടാ. ഈ അലോകിനോടൊപ്പം ഒരു പെൺകുട്ടിയെ ഞാൻ ഒരു ദിവസം ഓട്ടം പോയപ്പോൾ കണ്ടതാ. അത് നമ്മുടെ അനുവാണോ എന്ന് എനിക്ക് ചെറിയ സംശയവും തോന്നി. ഞാൻ ഇവിടെ വന്ന് മിത്രയോട് അതിനെപ്പറ്റി പറഞ്ഞു. മിത്ര എന്ന് തന്നെ കൊന്നില്ലെന്നേ ഉള്ളൂ. നമ്മുടെ അനുമോള് ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ലെന്നും അലോകിനെ അങ്ങനെ ഒരു രീതിയിൽ സ്നേഹിക്കാൻ അവളെ കൊണ്ട് ഒരിക്കലും കഴിയില്ലെന്നൊക്കെ പറഞ്ഞപ്പം ഞാനും അത് വിശ്വസിച്ചു പോയി. നമ്മുടെ അനുമോൾ എങ്ങനെയാ ഏട്ടാ അലോകിനെ പോലെ ഒരുത്തിനെ സ്നേഹിക്കുക? നമ്മൾ ഇരു കുടുംബങ്ങളും തമ്മിലുള്ള എല്ലാ കാര്യങ്ങളും അവൾക്കറിയാവുന്നതല്ലേ എന്ന് ചിന്തിച്ചു പോയി. അന്ന് ഞാൻ മിത്രയോട് പറയാതെ നേരെ അവളെ വന്ന് ചോദ്യം ചെയ്തിരുന്നെങ്കിൽ എല്ലാം എനിക്ക് നേരത്തെ തന്നെ മനസ്സിലാക്കാമായിരുന്നു എന്ന് ആര്യം പറയാണ് കേട്ടോ. ഇത് കേൾക്കുന്ന ആകാശ് പറയും, ആ കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി അതിനെപ്പറ്റി സംസാരിച്ചിട്ട് എന്താ? അവനെ വിളിച്ച് ഈ വീട്ടിൽ കയറ്റിയിരിക്കുകയല്ലേ അവള്. നാട്ടുകാരറിഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ പറഞ്ഞ പോലെ കുറ്റം മുഴുവനും അവളുടെ തലയിലേ വരുള്ളൂ. അവളുടെ ഭാവി എന്താകും എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം തന്നെയാണ് നമ്മുടെ മീനു ഇറങ്ങി വരുന്നത്. എന്നിട്ട് ആര്യനോടും ആകാശിനോടും പറയും, നിങ്ങളിത് എന്തു ഭാവിച്ചാ? നിങ്ങൾ ആരും കരുതുന്ന പോലെ നിങ്ങളുടെ പെങ്ങള് വഴിതെറ്റി പോയിട്ടൊന്നുമില്ല, ഒരു മോശപ്പെട്ട പെൺകുട്ടിയുമല്ല എന്ന് പറയുകയാണ് കേട്ടോ. അപ്പം ആകാശ് പറയും, എന്തൊക്കെ പറഞ്ഞാലും അവൾ കാരണമല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അവളെ വിളിച്ചിട്ടല്ല അവനിങ്ങോട്ട് കയറി വന്നത് എൻ്റെ ആകാശേ എന്ന്. അപ്പം മീനു പറയും, അവളെ വിളിച്ചിട്ടല്ലെങ്കിൽ പോലും ആര് കാരണമോ അവനിങ്ങോട്ട് വന്നത്? അവൾ കാരണമല്ലേ. കുഞ്ഞിലെ മുതൽ അവൾക്കറിയാവുന്നതാ ഇരു വീടുകളും തമ്മിലുള്ള ശത്രുത. എന്നിട്ടും അതൊക്കെ അറിഞ്ഞു വെച്ചിട്ടും അവൾ എന്ത് പ്രവൃത്തിയാണ് ചെയ്തത്? അവനെ സ്നേഹിച്ചിട്ട് ഇത്രയൊക്കെ കാട്ടിക്കൂട്ടി. എന്നിട്ടും നിനക്ക് എങ്ങനെയാ മീനു അവളെ ന്യായീകരിക്കാൻ സാധിക്കുന്നത്? അവളുടെ ഭാവം സംസാരിച്ചുകൊണ്ട് ഞങ്ങളുടെ അടുത്തേക്ക് നീ വരണ്ട എന്ന് പറയാൻ കേട്ടോ. അപ്പൊ ആര്യനോട് മീനു പറയും, ആര്യ നീ എങ്കിലും ഒന്ന് മനസ്സിലാക്കുക. അവൾക്ക് അങ്ങനൊരു ബുദ്ധിമോശം സംഭവിച്ചു പോയി. അതിന് അവൾ തന്നെ അതിൽ നിന്ന് പുറത്ത് കടന്നതാ. അവളെ ഭീഷണിപ്പെടുത്തി അവന് ഇങ്ങോട്ട് വന്നത്. നിങ്ങൾ ഇതുപോലെ വേദനിപ്പിക്കുന്ന രീതിയിൽ അവളോട് പെരുമാറരുത്. എന്തെങ്കിലും മനസ്സ് കൈവിട്ട് അവൾ കടുങ്കൈ വല്ല ചെയ്തു പോയാൽ ആർക്കാ നഷ്ടം? നമുക്ക് തന്നെയല്ലേ എന്ന് ചോദിക്കാം. എടുത്ത് എന്തൊക്കെയായി പറയുന്നേ എന്ന് ആര്യനപ്പ ചോദിക്കാണ് കേട്ടോ. അത് കേൾക്കുന്ന മീനു പറയും, അവള് അച്ഛനൊരു കത്ത് എഴുതി വെച്ച് കത്തിയെടുത്ത് ഞരമ്പ് മുറിച്ച് മരിക്കാൻ നോക്കിയതാ. ഞാൻ സമയത്തിന് കണ്ടതുകൊണ്ടാ ഒന്നും സംഭവിക്കാതിരുന്നത്. അത് കേൾക്കുന്ന ആര്യനും ആകാശം ഞെട്ടിത്തരിച്ച് നിൽക്കുക. അപ്പൊ ആകാശ് ചോദിക്കും, നീ എന്തൊക്കെയാ മീനു പറയുന്നത്? ഞാൻ പറയുന്നത് സത്യവ ആകാശേ. അവള് മരിക്കാൻ നോക്കിയതാ. ഞാൻ അവളെ വഴക്കു പറഞ്ഞ് അതിൽ നിന്ന് പിന്തിരിപ്പിച്ചതാ. ഒരു വിധത്തിൽ സമാധാനിപ്പിച്ച് അവളെ വെച്ചിരുന്നതായിരുന്നു. അപ്പോഴാ ആര്യൻ നിന്ന് അവളെ തല്ലിയതും നിങ്ങൾ രണ്ടുപേരും കൂടി ഇത്രയേറെ ബഹളങ്ങൾ ഉണ്ടാക്കിയതും. അതോടുകൂടി വീണ്ടും അവൾക്ക് മരിക്കണമെന്നൊക്കെയുള്ള ചിന്തയാ ഇപ്പം
ഞാനൊന്ന് സമാധാനിപ്പിച്ചിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നത്. ദയവ് ചെയ്ത് ഇനിയും അവളെ വേദനിപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾ സംസാരിക്കരുത്. അവൾക്കൊരു തെറ്റു പറ്റിപ്പോയി എന്നും കരുതി കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടത് നമുക്ക് തിരിച്ചു കിട്ടുമോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ദേവിയടുത്തിയുടെയും ആനന്ദേട്ടൻ്റെ അവസ്ഥ നിങ്ങൾക്കറിയാലോ. ദേവിയടുത്തി ഇപ്പം തന്നെ ആകെ തകർന്നാണ് നിൽക്കുന്നേ. ആനന്ദേട്ടൻ ഒരു വിഭ്രാന്തി ബാധിച്ച പോലെയും എവിടെയാണെന്ന് പോലും അറിയത്തില്ല. ദേ അവിടെ അമ്മ ആനന്ദേട്ടനെ കാണാതെ സങ്കടപ്പെട്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ നിങ്ങളും കൂടി ഇങ്ങനെ ദേഷ്യം കാണിക്കരുത് എന്ന് മീനു അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് കേട്ടോ. ഇതേ സമയം നമ്മുടെ ഗോമതി ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പം മീനു ഗോമതിയുടെ അടുത്തേക്ക് ചെല്ല. അമ്മ ഇങ്ങനെ സങ്കടപ്പെടല്ലേ, ആനന്ദേട്ടൻ ഒന്ന് മാറി നിൽക്കുന്നയാവും, മനസ്സൊന്ന് ശാന്തമാകുമ്പം തന്നെ മടങ്ങി വന്നോലും. ഏയ് ഇല്ല, എത്ര വൈകിയാലും അവൻ എന്നെ വിളിച്ചു പറയുന്നതാ. ഇത് ഇത്ര സമയമായി, എന്നിട്ട് അവൻ എന്താ പറയാത്തത്, അവൻ എന്തോ പറ്റി, എനിക്കാകെ പേടിയാവുക. ഇല്ല അമ്മേ, ആനന്ദേട്ടന് ഒന്നും സംഭവിച്ചു കാണില്ല. ഏയ് അവൻ്റെ മട്ടും മാതിരിയൊക്കെ മാറിയിട്ടുണ്ട് മീനു, നമ്മുടെ പഴയ ആനന്ദല്ല, എല്ലാവരോടും അവന് ദേഷ്യവാ എന്നൊക്കെ പറയാൻ കേട്ടോ. ഇത് കേൾക്കുന്ന ബാലൻ പറയും, അവൻ്റെ കാഴ്ചപ്പാടി നമ്മളെല്ലാവരും ആ കുഞ്ഞിനെ നഷ്ടപ്പെടാൻ കാരണക്കാരിയെ ഗോമതി, ആ ദേഷ്യമാണ് നമ്മളോടും കാണിക്കുന്നത്. അവൻ എത്രയേറെ ആഗ്രഹിച്ചതാ ആ കുഞ്ഞിനെ, അവനെ ഒന്നും കൂടി ഞാൻ വിളിച്ചു നോക്കട്ടെ എന്നും പറഞ്ഞ് ഗോമതി വീണ്ടും ആനന്ദിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് കേട്ടോ. അപ്പം ഗോമതിയുടെ ഈ പദം പറഞ്ഞുള്ള സംസാരം കേട്ടുകൊണ്ട് ആകാശവും ആര്യനും അകത്തോട്ട് വരിക. എടാ നിങ്ങൾ പോയി ഏട്ടനെ ഒന്ന് അന്വേഷിക്കടാ, ഇത്രയും സമയമായിട്ടും അവൻ വീട്ടിലേക്ക് വന്നിട്ടില്ല, എവിടെയാ എൻ്റെ മോൻ, എനിക്കൊക്കെ പേടിയാവുക, ഇവിടുന്ന് ഇറങ്ങിപ്പോയത് അവൻ വല്ലാത്തൊരു ഭാവത്തിലാണ്, അതുകൊണ്ട് എനിക്ക് ഇത്ര ടെൻഷൻ. അത് കേൾക്കുന്ന ആര്യം പറയും, അമ്മ ഒന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട, ഞങ്ങളൊന്ന് പോയി നോക്കട്ടെ, ഏട്ടനൊന്നും പറ്റി കാണില്ലെന്നേ, ഏട്ടൻ എവിടെയെങ്കിലും ഒന്ന് മാറിയിരിക്കുന്നതാകും എന്ന് പറയാൻ കേട്ടോ. എന്നിട്ട് ആകാശം ആര്യനും കൂടി നമ്മുടെ ആനന്ദിനെ അന്വേഷിച്ച് പുറത്തേക്ക് പോകും. അപ്പോൾ ആകാശവും ആര്യനും കൂടി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ നമ്മുടെ ആനന്ദ് മദ്യപിച്ചാട്ടോ വരുന്നത്. വല്ലാതെ മദ്യപിച്ച് വരുന്ന ആനന്ദിൻ്റെ ആ ഭാവം കാണുമ്പം ആര്യനും ആകാശവും പരസ്പരം നോക്കുക. നടക്കാൻ പോലും പറ്റുന്നില്ല. ഒരു വിധത്തിലാണ് വണ്ടി ഓടിച്ച് ദേവമംഗലത്ത് വരെ ആനന്ദ് എത്തുന്നത്. അപ്പം ആകാശവും ആര്യനും കൂടി ആനന്ദിനെ പോയി പിടിക്കുക. ആനന്ദേട്ടാ ഇതെന്ത് ഭാവിച്ചാ, ആനന്ദേട്ടൻ കുടിച്ചിട്ടുണ്ടോ എന്ന് ആകാശ് ചോദിക്കുക. ഞാൻ കുടിച്ചടാ, എൻ്റെ ദുഃഖങ്ങൾ മറക്കണം, എൻ്റെ കുഞ്ഞിനെ പറ്റിയുള്ള ഓർമ്മകൾ എന്നെ കാർന്ന് തിന്നുക, ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ കുടിച്ചടാ എന്ന് പറയണം കേട്ടോ. പറയുന്നൊന്നും തിരിയുന്ന പോലുമില്ല. അപ്പം രണ്ടുപേരും ആനന്ദിനെ താങ്ങി പിടിച്ചുകൊണ്ട് വീടിനകത്തേക്ക് കയറ്റാൻ നോക്കുവാണേ. ഗോമതി ഇറങ്ങി വരിക. ആനന്ദിൻ്റെ ആ രൂപവും ഭാവവും ഒക്കെ കാണുന്ന ഗോമതിക്ക് നല്ല ദേഷ്യം വരിക. എവിടുന്ന ഇവിടെ ഇവനെ കിട്ടിയത്, ഏതെങ്കിലും കള്ളഷാപ്പിൽ നിന്നായിരിക്കും അല്ലേ, എന്ത് ഭാവിച്ചാ ഇവൻ ഇങ്ങനെ തുടങ്ങുന്നേ, ഇവിടെയുള്ള എല്ലാവർക്കും ദുഃഖങ്ങളുണ്ട്, ഒരു പാവം പെണ്ണുണ്ട് ഇവൻ്റെ മുറിയിൽ, അവള് ഇവനേക്കാളും ദുഃഖിക്കുന്നവളാ, കുഞ്ഞിനെ നഷ്ടപ്പെട്ട ഒരമ്മയാ, ആ പെണ്ണിനെ മുന്നിലേക്ക് ഇവനെ ഞാൻ എങ്ങനെ ഈ രീതിയിൽ കൊണ്ടുപോകും എന്നൊക്കെ പറയണം കേട്ടോ. ആരും എന്നോടൊന്നും വേണ്ടിട്ട, എൻ്റെ കുഞ്ഞു പോയില്ലേ, എൻ്റെ കുഞ്ഞില്ലാത്ത ഈ ലോകത്ത് ഈ ആനന്ദിന് ജീവിക്കേണ്ട, എനിക്കിനി ആരുമില്ല എന്നൊക്കെയാണ് പറയാൻ കേട്ടോ. അപ്പം ഈ അവസ്ഥ കാണുന്ന ബാലനും ഒരുപാട് സങ്കടം വരിക. ആകാശവും ആനന്ദും കൂടി ഒരു വിധത്തിൽ റൂമിലേക്ക് ആനന്ദിനെ കൊണ്ടുപോവുകയാണേ. അപ്പോൾ ഗോമതി പറയും, ദേവിമോളുടെ അടുത്തേക്ക് ഇവനെ ഈ അവസ്ഥ കൊണ്ടുപോയ ആ കുട്ടിയുടെ അവസ്ഥ എന്താകും ബാലേട്ട എന്ന് ബാലനോട് ചോദിക്കുക. ഇതൊക്കെ കണ്ടും കേട്ടും എന്ത് ചെയ്യണമെന്നറിയാതെ ബാലനും ആകെ തകർന്ന് നിൽക്കുക. എനിക്കൊന്നും അറിയില്ല ഗോമതി, എങ്ങനെ ശരിയാക്കണമെന്ന് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. എന്തൊക്കെ ദുഃഖങ്ങളുണ്ടെങ്കിലും മദ്യപിച്ച് ഇന്നേ വരെ വരാത്ത നമ്മുടെ മോന ഇന്ന് ഈ സ്ഥിതിയിലായിരിക്കുന്നത്. അതിന് കാരണക്കാരിയോ നമ്മുടെ മകളും. ഞാൻ ആരെ കുറ്റപ്പെടുത്തും, എന്താ ചെയ്യേണ്ടത് എനിക്കറിയില്ല എന്നും പറഞ്ഞ് ബാലൻ കരയുവാണ് കേട്ടോ. ഇത് കാണുന്ന ഗോമതിക്കും ഒരുപാട് സങ്കടം വരിക. ബാലേട്ടൻ ഇങ്ങനെ തളർന്നു പോയാൽ നമ്മുടെ കുടുംബത്തിൻ്റെ അവസ്ഥ എന്താകും, ബാലേട്ടൻ എന്തെങ്കിലും ചെയ്യ് ബാലേട്ട എന്ന് പറയാണ്. നാളെ നേരം വെളുക്കട്ടെ, ഞാൻ അവനോട് സംസാരിക്കാം എന്ന് ഗോമതിക്ക് ബാലൻ ഉറപ്പ് നൽകുക. ഇതേ സമയം നമ്മുടെ ആനന്ദിൻ്റെ ഈ അവസ്ഥ കാണുന്ന ദേവിക്ക് ഒരുപാട് സങ്കടം വരിക. എൻ്റെ കുഞ്ഞു പോയി, എനിക്കിനി ആരുമില്ല, അവൻ എന്നെ ഇട്ടിട്ട് പോയില്ലേ, ഈ അച്ഛനെ ഇട്ടിട്ട് പോയില്ലേ എന്നൊക്കെ പറഞ്ഞ് പിച്ചും പേയും പറഞ്ഞാണ് കേട്ടോ ആനന്ദ ബെഡിലേക്ക് മലർന്ന് കിടക്കുന്നത്. ആനന്ദിൻ്റെ അവസ്ഥ കാണുമ്പോൾ ദേവിക്ക് ഒരുപാട് സങ്കടം വന്നിട്ട് ആനന്ദനോട് ചേർന്ന് ദേവിയും കയറി കിടക്കുക. ആനന്ദേട്ടാ കുഞ്ഞു പോയി ആനന്ദേട്ടാ, പക്ഷേ ഈ ഞാനിവിടെ ഉണ്ടല്ലോ, ആനന്ദേട്ടൻ എന്താ എന്നെ ഒന്ന് കാണാത്തത്, ആനന്ദേട്ടൻ്റെ സ്നേഹത്തിനായിട്ട് ഒരു നോട്ടത്തിനായിട്ട് ഞാൻ കാത്തിരിക്കുക, എന്നെ ഇങ്ങനെ ഒഴിവാക്കല്ലേ ആനന്ദേട്ടാ, അവഗണിക്കല്ലേ, എനിക്ക് ഈ ലോകത്ത് ആനന്ദേട്ടനല്ലാതെ ആരാ ഉള്ളത് എന്നും പറഞ്ഞ് ദേവി ആനന്ദിനെ ചുറ്റിപ്പിടിച്ച് കിടക്കുകയാണ് കേട്ടോ. പക്ഷെ ദേവിയുടെ സാമീപ്യം അറിയുന്ന ആനന്ദ് അവളെ തള്ളി മാറ്റുക. ഇതൊക്കെ കണ്ടും കേട്ടും ദേവിക്കാകെ സങ്കടം വരികയാണ്, എന്ത് ചെയ്യണമെന്നറിയാതെ. ഇപ്പം ഭർത്താവിൻ്റെ അവഗണനയും കുഞ്ഞിൻ്റെ നഷ്ടവും എല്ലാം കൂടി നമ്മുടെ ദേവിയെ വല്ലാത്തൊരു രീതിയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസ് വഴി എന്നെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.